ഹായ് ഹലോ ജിയോസ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഈ 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 1 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 1A ഉണ്ട് 1B ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കി എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. ആക്ടിവിറ്റി 1A നോക്കൂ. സേഫ് ജേർണി. നമുക്കവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ. എന്താണ് മക്കളെ ആ പിക്ചറിലുള്ളത്? ഒരു സ്കൂൾ ബസ് ഉണ്ട്. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വേറെ കുട്ടികൾ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A. ഒബ്സർവ് ദ പിക്ചർ. വിച്ച് റോഡ് സേഫ്റ്റി റൂൾ ഈസ് വയലേറ്റഡ് ബൈ ദ ചിൽഡ്രൻ? ഏത് റോഡ് സേഫ്റ്റി റൂളാണ് കുട്ടികൾ ലംഘിച്ചിട്ടുള്ളത്, വയലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ആ പിക്ചറിൽ നമുക്ക് കാണാം ഒരു കുട്ടി ബസ്സിൻ്റെ പുറത്തേക്ക് കയ്യും തലയൊക്കെ ഇടുന്നതല്ലേ. അപ്പോൾ അതാണ് എന്ത് വയലേറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ടിങ് ഹാൻഡ്സ് ആൻഡ് ഹെഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബേയിങ് ദീസ് റൂൾ? ഈ നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫോളോയിങ് ദീസ് റൂൾസ് ഈസ് എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്സ് ആൻഡ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഡ്യൂറിങ് ട്രാവൽ. ഈ റൂൾസുകളൊക്കെ പാലിച്ചാലാണ് നമുക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാതിരിക്കുള്ളൂ. അതുപോലെ യാത്ര ചെയ്യുന്ന കുട്ടികളുടെ സേഫ്റ്റിക്കും റൂളൊക്കെ പാലിക്കണം അല്ലേ. അതൊക്കെ നിർബന്ധമാണ്. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ. ക്രോസ് ഓൺലി അറ്റ് എ സീബ്ര ക്രോസിംഗ്. സീബ്ര ലൈനിലൂടെ മാത്രം ക്രോസ് ചെയ്യുക അല്ലേ. മക്കൾ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറെയും ഒരുപാടുണ്ട്. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡൻറ്റിഫൈ ദ പേർപ്പസ് ഓഫ് ദ ട്രാഫിക് സൈൻ ഗിവൺ ഹിയർ. നമുക്കവിടെ സൈഡിലായിട്ടൊരു ട്രാഫിക് സൈന് തന്നിട്ടുണ്ട് അല്ലേ. എന്ത് സൈനാണ്? അവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. എ നോക്കൂ. ചിൽഡ്രൻ ഷുഡ് നോട്ട് റൺ. കുട്ടികൾ ഓടരുത്. ബി. ക്രോസിംഗ് ഈസ് അലൗഡ് ഹിയർ. ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റും. സി. ദർ ഈസ് എ സ്കൂൾ നിയർ ബൈ. തൊട്ടടുത്ത് എന്തുണ്ട്? ഒരു സ്കൂളുണ്ട്. മെയിൻറ്റെയിൻ ക്യൂ പാലിക്കണം. അപ്പോൾ ഇതിൽ ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? 1 നോക്കൂ. എ ആൻഡ് ബി ആർ കറക്റ്റ്. 2 സി ഈസ് കറക്റ്റ്. 3 ബി ആൻഡ് ഡി ആർ കറക്റ്റ്. 4 ഡി ഈസ് കറക്റ്റ്. കറക്റ്റ് ഏത് മാത്രമാണ്? സി മാത്രമാണ്. ദർ ഈസ് എ സ്കൂൾ നിയർ ബൈ. ആ സൈൻ ബോർഡ് എന്താണ് കാണിക്കുന്നത്? തൊട്ടടുത്തൊരു സ്കൂളുണ്ട് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിൽ ഡി ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റും റീസണും തന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പെഡസ്ട്രിയൻസ് ഷുഡ് വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. പെഡസ്ട്രിയൻസ് എങ്ങനെയാണ് വാക്ക് ചെയ്യേണ്ടത്? അഥവാ കാൽനട യാത്രക്കാർ റൈറ്റ് സൈഡിലൂടെയാണ് നടക്കേണ്ടത്. റീസൺ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു സീ ദ വെഹിക്കിൾസ് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ്. അത് നമ്മുടെ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടി സഹായിക്കുന്നു. ഇനി നോക്കൂ, അതിന് താഴെ കുറച്ച് ഓപ്ഷൻസ് ആളുണ്ട്. എ. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ബി. റീസൺ ഈസ് കറക്റ്റ്. റീസൺ കറക്റ്റാണ്. സി. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ റീസൺ ആർ റോങ്. സ്റ്റേറ്റ്മെൻറ്റും റീസണും തെറ്റാണ്. ഡി. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റാണ്. ഇതിലേതാ മക്കളെ ശരിയായ ഉത്തരം? യെസ്, ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സോ സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റാണ്. ഇനി നോക്കൂ, ആക്ടിവിറ്റി 1B എന്താണ്? ഫസ്റ്റ് എയ്ഡ് ആണ്. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതിൽ എ ക്വസ്റ്റ്യൻ നോക്കൂ. എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആർ റീഡിങ് എ ബുക്ക് ഓൺ ഫസ്റ്റ് എയ്ഡ്. കുറച്ച് കൂട്ടുകാർ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള ബുക്ക് വായിക്കുകയാണ്. സ്റ്റെപ്സ് ഇൻ ഫസ്റ്റ് എയ്ഡ് ടു ബി ഫോളോഡ് ആർ മിസ്സിങ്. ഫിൽ ദ മിസ്സിങ് പാർട്ട്. അവിടെ താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണ്. അത് ഫില്ല് ചെയ്ത് എഴുതാനാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. മക്കൾ നോക്കൂ, അവിടെ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരാം. കണ്ടോ? യെസ്, 2 പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്? ഇൻ ദ ബ്രൂയിസ്ഡ് ഏരിയ അഥവാ ചതന്ന ഏരിയയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ തന്നിട്ടില്ല. സെക്കൻഡ് വൺ, ഇഫ് ദർ ഈസ് എ ഫ്രാക്ചർ. ഒടിവുണ്ടെങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നും അവിടെ തന്നിട്ടില്ല അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മളവിടെ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ നമുക്കൊന്ന് എഴുതി നോക്കാം. യൂസ് എൻ ഐസ് പാക്ക് ഓർ എ ക്ലോത്ത് സോക്ക്ഡ് ഇൻ കോൾഡ് വാട്ടർ ഓൺ ദ ബ്രൂയിസ്ഡ് ഏരിയ for 10 to 20 minutes. This helps reduce swelling and pain. നമ്മൾ വീണ് ചതവോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യെസ്, ഒരു ഐസ് പാക്ക് എടുത്ത് വെക്കണം. അല്ലെങ്കിൽ ഒരു ക്ലോത്ത് നല്ല തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് മുക്കിയിട്ട് അത് നമ്മുടെ മുറിവ് പറ്റിയ ഏരിയയിൽ വെക്കണം. അല്ല, ഒരു 10-20 മിനിറ്റൊക്കെ അത് വെക്കണം. ഇത് നമ്മുടെ
സ്വെല്ലിങ്ങും അഥവാ വീക്കം അതുപോലെ വേദനയും ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അല്ലേ? സെക്കൻഡ് വൺ, ഫ്രാക്ചർ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഹൗഎവർ ഇഫ് ദർ ഈസ് എ ഫ്രാക്ചർ ഇറ്റ് ഈസ് നെസസറി ടു കൺസൾട്ട് എ ഡോക്ടർ. എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ട എന്താണ്? നിർബന്ധമാണ്. ബിഫോർ ദാറ്റ് ദ എഫക്റ്റഡ് പാർട്ട് ഷുഡ് ബി ടൈഡ് വിത്ത് എ വുഡൻ സ്കെയിൽ. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒടിവ് പറ്റിയ ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വുഡൻ സ്കെയിൽ ഉപയോഗിച്ച് കെട്ടിവെക്കണം. ഇറ്റ് വിൽ ഹെൽപ്പ് ടു കീപ് ദ പാർട്ട് സ്റ്റേബിൾ. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇതെന്തിന് ഹെൽപ്പ് ചെയ്യും? ആ ഭാഗം സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. നമ്മൾ താഴ്ത്തിയിട്ടാൽ കൂടുതൽ വഷളാവേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു സ്കെയിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കെട്ടിവെക്കണം മുകളിലേക്ക്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, സർക്കിൾ ദ ഐറ്റംസ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. അവിടെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഇല്ലാത്ത സാധനങ്ങൾ സർക്കിൾ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. പിന്ന്, കോട്ടൺ, ബ്രൂം സ്റ്റിക്ക്, സ്കെയിൽ, ട്വീസർ, സോപ്പ്, സോയിൽ, നോട്ട്ബുക്ക്, എ പെയർ ഓഫ് സിസേഴ്സ്, പെൻസിൽ. ഇതിലേതൊക്കെയാണ് മക്കളെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഇല്ലാത്തവ? ഏതെല്ലാമാണ്? പെൻസിൽ ഉണ്ടാവോ? ഇല്ലല്ലേ. പെൻസിൽ, അതുപോലെ ബ്രൂം സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂലാണ്. സ്കെയില്, സോപ്പ് ഉണ്ടാവും, സോയിൽ, നോട്ട്ബുക്ക് അല്ലേ? ഇതെല്ലാം എന്താണ്? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഇല്ലാത്തവയാണ് കേട്ടോ. ഇനി അടുത്ത നോക്കൂ, പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ശരിക്ക് നേരെ ടിക്ക് ഇടാനാണ് പറയുന്നത്. അപ്ലൈ ഹണി ആൻഡ് ടൂത്ത് പേസ്റ്റ് ഓൺ ദ ബേൺഡ് ഏരിയ. പൊള്ളിയാൽ തേനും അതുപോലെ ടൂത്ത് പേസ്റ്റൊക്കെ തേക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. റബ് ദ ഐ ഇഫ് ഡസ്റ്റ് എൻറ്റേഴ്സ്. കണ്ണിൽ പൊടി വീണാൽ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബ് ചെയ്യണം, തിരുമ്മണം. ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഡോണ്ട് ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു ദ ഇയർ. ചെവിയുടെ ഉള്ളിലേക്ക് ഒരു സാധനങ്ങളും കയറ്റരുത്. ശരിയാണല്ലേ? ചെവിയുടെ ഉള്ളിലേക്ക് ഒന്നും നമ്മൾ ഇട്ട് തിരിക്കാനൊന്നും പാടില്ല. ഇഫ് ദ ഹെഡ് സ്വെൽസ് ആഫ്റ്റർ ഹിറ്റിംഗ് പ്രസ് ആൻഡ് റബ് ദ ഏരിയ ഫോഴ്സ്ഫുള്ളി. തല എവിടെയെങ്കിലും തട്ടി വീർത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഫോഴ്സിൽ നന്നായിട്ട് അമർത്തി ഒഴിയണം. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിൽ ഏത് മാത്രമാണ് ശരി? സി മാത്രമാണ് ശരി കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി 2 നോക്കൂ, വെജിറ്റബിൾ ഗാർഡൻ ആണ് കേട്ടോ. ക്ലാസിഫൈ ദ വെജിറ്റബിൾസ് ഇൻ ദ ഗാർഡൻ ആൻഡ് റൈറ്റ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ. എന്താണ് പറയുന്നത്? ഗാർഡനുള്ള വെജിറ്റബിൾസ് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ച് ഓരോരോ എക്സാമ്പിൾസ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ലീവ്സ് യൂസ്ഡ് ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലീവ്സുകൾ ഏതൊക്കെയാണ്? ഏതെല്ലാമാണ്? സ്പിനാച്ച്, മുരിങ്ങ ലീഫ് അല്ലേ? നെക്സ്റ്റ് വൺ, കുക്ക്ഡ് ഓർ റോ ഫുഡ് ദാറ്റ് ക്യാൻ ബി കൺസ്യൂംഡ്. പച്ചയായിട്ടും കഴിക്കാം അല്ലെങ്കിൽ കുക്ക് ചെയ്തതും കഴിക്കാം. ഏതെല്ലാമാണ് അങ്ങനെ കഴിക്കാൻ പറ്റുന്നത്? ക്യാരറ്റ് കഴിക്കാൻ വേണ്ടി പറ്റും, പിന്നെ ഓണിയൻ കഴിക്കാൻ വേണ്ടി പറ്റും, ടൊമാറ്റോ കഴിക്കാൻ വേണ്ടി പറ്റും അല്ലേ? നെക്സ്റ്റ്, ഫ്ലവേഴ്സ് ദാറ്റ് ക്യാൻ ബി ഈറ്റൺ. പൂക്കൾ, കഴിക്കാൻ പറ്റുന്ന പൂക്കൾ എന്തെല്ലാമാണ് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഏതെല്ലാം ഫ്ലവേഴ്സ് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും? കോളിഫ്ലവറും പറ്റും, അതുപോലെ ബനാന ഫ്ലവറും പറ്റും കേട്ടോ. പിന്നെ നെക്സ്റ്റ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സിലും ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ വെജിറ്റബിൾസിലും ഇൻക്ലൂഡഡ് ആണ്. ഏതെല്ലാമാണത്? ബനാന ആൻഡ് ടൊമാറ്റോ. ബനാന പഴുക്കാത്ത പഴം, പച്ചക്കായ എന്നൊക്കെ പറയുമല്ലോ, അത് നമ്മൾ വെജിറ്റബിൾസിൽ ഇൻക്ലൂഡ് ആണ്. അതുപോലെ ടൊമാറ്റോ വെജിറ്റബിൾസിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് പെയർ. നമ്മളവിടെ യോജിച്ച് ചേർക്കാനാണ് പറയുന്നത് കേട്ടോ. സോയിൽ, പോണ്ട്, ഡ്രൈ ഡേ, ബാത്ത്. നെക്സ്റ്റ് സൈഡിൽ വാട്ടർ റിസോഴ്സസ്, പേഴ്സണൽ ഹൈജീൻ, ഫാമിംഗ്, മോസ്കിറ്റോ കൺട്രോൾ അങ്ങനെ തന്നിട്ടുണ്ടല്ലേ. ഇത് ഏതെല്ലാമാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള പെയർ? സോയിലിൻ്റെ കറക്റ്റ് പെയർ ഏതായിരിക്കും? ഫാമിംഗ് ആയിരിക്കും. പോണ്ട്, വാട്ടർ റിസോഴ്സസ്. ഡ്രൈ ഡേ എന്തിനു വേണ്ടിയാണ്? മോസ്കിറ്റോ കൺട്രോൾ. ബാത്ത്, പേഴ്സണൽ ഹൈജീൻ, കുളിക്കുന്നത് നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കാൻ വേണ്ടിയാണല്ലേ. ഇനി അടുത്തത് നോക്കൂ, ആക്ടിവിറ്റി 3A, അവർ ലാൻഡ് കേരള. റൈറ്റ് ദ നെയിം ഓഫ് ദ നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള ഓൺ ദ മാപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മാപ്പ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കേരളത്തിൻ്റെ നെയ്ബറിംഗ് സ്റ്റേറ്റ്, അയൽ സംസ്ഥാനങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഏതെല്ലാമാണ്? കർണാടക, തമിഴ്നാട് അല്ലേ. ബി ക്വസ്റ്റ്യൻ നോക്കൂ, റൈറ്റ് ദ നെയിം ഓഫ് ദ സീ അഡ്ജസൻറ്റ് ടു കേരള.
കേരളത്തിൻ്റെ അടുത്ത് കിടക്കുന്ന സീ ഏതാണ്, കടൽ ഏതാണ്? അറേബ്യൻ സീ ആണല്ലേ. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ നോക്കൂ. ക്ലാസിഫൈ ദ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരളം ഇൻ ദ ടേബിൾ. കേരളത്തിലെ ജില്ലകൾ ക്ലാസിഫൈ ചെയ്താണ് പറയുന്നത് കേട്ടോ. ഡിസ്ട്രിക്ട് വിത്ത് സീ ഷോർ, കടൽ തീരങ്ങളുള്ള ഡിസ്ട്രിക്റ്റ് ഏതൊക്കെയാണ്? ഡിസ്ട്രിക്ട് ദാറ്റ് ഡു നോട്ട് ഹാവ് സീ ഷോർ, കടൽ തീരമില്ലാത്ത ഡിസ്ട്രിക്റ്റുകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും 3 വീതം എഴുതിയാൽ മതി. നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. കടൽ തീരമുള്ളത് ഏതെല്ലാമാണ്? മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, ഒരുപാട് ജില്ലകളുണ്ട് കേട്ടോ. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. കടൽ തീരമില്ലാത്തത് ഇടുക്കി, വയനാട്, പത്തനംതിട്ട, അതിലും ഒരുപാടുണ്ട് കേട്ടോ. ഇനി ആക്ടിവിറ്റി 3 നോക്കൂ. ബി, സ്കൈ വ്യൂ ആണ് കേട്ടോ. വിച്ച് സ്ഫിയേഴ്സ് ഇൻ ദ സ്കൈ ആർ യു ഫെമിലിയർ വിത്ത്? ഇല്ലുസ്ട്രേറ്റ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് ആൻഡ് റൈറ്റ് ദ നെയിംസ്. അപ്പോൾ എന്താ പറയുന്നത് മക്കളെ? ആകാശത്തുള്ള ഏതെല്ലാം സ്ഫിയേഴ്സ്, ഏതെല്ലാം ഗോളങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയുന്നത്? അതിൻ്റെ സൈസിനനുസരിച്ച്, സൈസിൻ്റെ ക്രമത്തിനനുസരിച്ച് പേരുകൾ എഴുതൂ എന്നാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതെല്ലാം സ്ഫിയേഴ്സ് നിങ്ങൾക്കറിയാം മക്കളെ? സണ്ണിനെ അറിയാം, മൂണിനെ അറിയാം അല്ലേ, സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഏതെല്ലാമാണ് മക്കളെ ഇതിൽ വലുത്? സൂര്യനാണോ ചന്ദ്രനാണോ വലുത്? സണ്ണാണോ മൂണാണോ വലുത്? സണ്ണാണല്ലേ വലുത്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും വലുതായിട്ട് നമുക്ക് സണ്ണിനെ വരയ്ക്കാം. പിന്നെ അതിനെ തൊട്ടടുത്ത് തന്നെ ചെറുതായിട്ട് മൂണിനെയും വരയ്ക്കാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അതിലെ ബി ക്വസ്റ്റ്യൻ. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റോങ് മാർക്ക് എഗെയിൻസ്റ്റ് ദ റോങ് വൺ. ശരിക്കും നേരെ ശരിയും തെറ്റിന് നേരെ തെറ്റും എഴുതാനാണ് പറയുന്നത്. ദ സൺ ഈസ് എ സ്റ്റാർ. സൺ ഒരു നക്ഷത്രമാണ്. ശരിയാണോ? ശരിയാണ്. സൺ ഈസ് എ സ്റ്റാർ. ദ സൺ ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്. എർത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്റ്റാർ ഏതാണ്? സണ്ണാണ് എന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. കമ്പയർഡ് ടു ദ സൺ ദ മൂൺ ഈസ് വെരി ഫാർ ഫ്രം ദ എർത്ത്. സണ്ണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൂൺ എന്താണ്? എർത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. സണ്ണിനേക്കാൾ അകലെ ആരാണ്? മൂണാണല്ലേ. ഇനി ഡി നോക്കൂ. കമ്പയർഡ് ടു ദ എർത്ത് ദ സൺ ഈസ് സ്മോളർ. എർത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൺ എന്താണ്? ചെറുതാണ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. സണ്ണ് എർത്തിനേക്കാൾ ഒരുപാട് വലുതാണല്ലേ. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? ദ മൂൺ ക്യാൻ ഷൈൻ ബൈ ഇറ്റ് സെൽഫ്. മൂണിന് സ്വയം തിളങ്ങാനുള്ള കഴിവുണ്ട്, പ്രകാശിക്കാനുള്ള കഴിവുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 2 ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ മൂൺ അറ്റ് നൈറ്റ് ഈസ് ഡ്യൂ ടു ദ ലൈറ്റ് ഓഫ് ദ സൺ. മൂണ് ഷൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സണ്ണിൻ്റെ ലൈറ്റ് കൊണ്ടാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിലേതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓപ്ഷൻ എ നോക്കൂ. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. 1 മാത്രമാണ് കറക്റ്റ്. ബി, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. സി, സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് 2 ആർ കറക്റ്റ്. ഡി, സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് 2 ആർ റോങ്. ഇതിലേതാണ് മക്കളെ ശരിയായിട്ടുള്ളത്? ബി ആണല്ലേ. സണ്ണിൻ്റെ ലൈറ്റിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് മൂണ് പ്രകാശിക്കുന്നത്, ഷൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബി ആണ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 4 പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സർവീസസ്. ഇവിടെ നമുക്ക് ഒരുപാട് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നിട്ടുണ്ട്. ഏതെല്ലാമാണ്? സ്കൂളുണ്ട്, പഞ്ചായത്ത് ഓഫീസുണ്ട്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ. ക്വസ്റ്റ്യൻ നോക്കൂ. കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് ദ സർവീസസ് ദേ പ്രൊവൈഡ്. നമുക്ക് ചുറ്റുമുള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ സർവീസുകളും എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ബാങ്ക് ആണ്. അതിൻ്റെ സർവീസ് എന്താണ്? മണി ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് വൺ സ്കൂളാണ്. സ്കൂളിൻ്റെ സർവീസ് എന്താ മക്കളെ? എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നാണല്ലേ. അപ്പോൾ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വൺ എന്താണ് നമ്മളിവിടെ തന്നിട്ടില്ല, പക്ഷെ അതിൻ്റെ സർവീസ് എന്താണ്? ലോ ആൻഡ് ഓർഡർ ആണ്. നിയമങ്ങൾ പാലിക്കുക എന്നതാണ് കേട്ടോ. അപ്പോൾ അതാരാണ് മക്കളെ? ഇതിൽ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. ഇനി അടുത്തത് പഞ്ചായത്ത് ഓഫീസിനെ കുറിച്ചാണ് നമുക്ക് എഴുതേണ്ടത്. പഞ്ചായത്ത് ഓഫീസ് എന്താണ് അതിൻ്റെ സർവീസ്? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണല്ലേ. ഒരു പ്രദേശത്തെ ഭരണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? പഞ്ചായത്ത് ഓഫീസിലെ മെമ്പേഴ്സ് ആണല്ലേ. നമ്മുടെ നാട്ടുകാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും എല്ലാതും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അതിലെ ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഷുഡ് ബി എൻഷ്യൂർഡ് വൈൽ കൺസ്ട്രക്ടിങ് എ ഹൗസ്. ഒരു വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എ, സ്യൂട്ടബിൾ ടു ക്ലൈമറ്റ്. ക്ലൈമറ്റിന് സ്യൂട്ടബിൾ ആവണം. ബി, ഇറ്റ് ഷുഡ് ബി സെക്യൂർ. സുരക്ഷിതമാവണം. ഇറ്റ് ഷുഡ് ബി എ കോൺക്രീറ്റ് ഹൗസ്. ഒരു കോൺക്രീറ്റ് കൊണ്ടുള്ള ഹൗസ് ആവണം. ഡി,
ഇറ്റ് ഷുഡ് ഹാവ് ഡെക്കറേറ്റീവ് ഇലക്ട്രിക് ബൾബ്സ് ഇൻ എവറി റൂം. എല്ലാ റൂമിലും ഇലക്ട്രിക് ബൾബുകളൊക്കെ ഉണ്ടായി ഡെക്കറേറ്റീവ് ആക്കണം. ഏതൊക്കെയാണ് മക്കളെ? ഫസ്റ്റ് വൺ നോക്കൂ, സ്യൂട്ടബിൾ ടു ക്ലൈമറ്റ്. അതെന്തായാലും വേണം അല്ലേ, ക്ലൈമറ്റിനനുസരിച്ച് വേണം നമ്മൾ വീടുണ്ടാക്കാൻ. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ബി സെക്യൂർ അല്ലേ, സുരക്ഷിതമായിരിക്കണം. അതും കറക്റ്റാണ്. സി എന്താണ്? കോൺക്രീറ്റ് ഹൗസ് ആവണം. അതെല്ലായ്പ്പോഴും വേണമെന്നില്ല അല്ലേ. പിന്നെ ഡിയോ, ഡെക്കറേറ്റീവും ബൾബൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്യണമെന്ന്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതും നിർബന്ധമൊന്നുമില്ല അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് ഇതിൽ കറക്റ്റായിട്ട് ശരിയായ ഉത്തരങ്ങൾ? എയും ബിയും ആണല്ലേ. അപ്പൊ നോക്കൂ, അതിന് താഴെ ഒരുപാട് ഓപ്ഷൻസ് ആളുണ്ട്. അതിൽ എ ആൻഡ് ബി ആർ കറക്റ്റ്. അതാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി 5, നാഷണാലിറ്റി ആൻഡ് പോസിബിലിറ്റീസ് ഓഫ് മാപ്സ്. അതിൽ എ ക്വസ്റ്റ്യൻ നോക്കൂ, ഐഡന്റിഫൈ ആൻഡ് മാച്ച് ദ നാഷണൽ സിംബൽസ്. നമുക്ക് അവിടെ ഒരുപാട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഏതെല്ലാമാണ് സിംബലുകൾ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാം. ഫസ്റ്റ് വൺ, നാഷണൽ ആനിമൽ. ഏതാണ് മക്കളെ നാഷണൽ ആനിമൽ? ടൈഗർ ആണല്ലേ. അപ്പൊ ടൈഗറിന് നേരെ മാച്ച് ചെയ്യാം. നാഷണൽ ട്രീ ഏതാണ്? ബന്യൻ ട്രീ ആണ്. അത് നോക്കൂ, താഴെയാണ്. നെക്സ്റ്റ് നാഷണൽ എംബ്ലം. നാഷണൽ എംബ്ലം ഏതാണ്? അതാ മുകളിലാണല്ലേ നാഷണൽ എംബ്ലം ഉള്ളത്. ലാസ്റ്റത്തത് നാഷണൽ ബേർഡ് അതാണ്. അപ്പൊ ഏതാണ് മക്കളെ നാഷണൽ ബേർഡ്? പീകോക്ക് ആണ്. പീകോക്കിന് നേരെ നമുക്ക് മാച്ച് ചെയ്യാം. ഓക്കെ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കൂ, ഒബ്സർവ് ദ മാപ്പ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ഡിസ്ട്രിക്ട്. മാപ്പ് നോക്കിയിട്ട് നമ്മളെ ഡിസ്ട്രിക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതാനാണ് പറയുന്നത് കേട്ടോ. മൈ ഡിസ്ട്രിക്ട്, മിസ്സിന്റെ ഡിസ്ട്രിക്റ്റ് മലപ്പുറമാണ്. സോ മിസ് മലപ്പുറത്തെ കുറിച്ചാണ് എഴുതുന്നത് കേട്ടോ. നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റ് ഏതെല്ലാമാണ് മലപ്പുറത്തിന്റെ? പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട്. ഈ 4 മലപ്പുറത്തിന്റെ നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്സ്. ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതെല്ലാമാണ്? നമ്മളോട് ഇവിടെ 2 മാത്രം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഏതെങ്കിലും 2 എഴുതാം. മലപ്പുറത്ത് കൊടികുത്തിമലയും അതുപോലെ പൊന്നാനി ജുമാ മസ്ജിദും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്